ഇന്ന് ശങ്കരിക്ക് സ്കൂളിലും ശ്രീജുന് ഓഫീസിലും എന്തൊക്കെ ഫുഡാണ് കൊടുത്തുവിടുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് തന്നെ ശങ്കരിയുടെ സ്നാക്സ് ബോക്സ് നടക്കും കേട്ടോ. ഓരോ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കുക്കീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ ഇങ്ങനെ കുഞ്ഞായി കട്ട് ചെയ്ത് ഒരു ഫോർക്ക് വെച്ച് കൊടുത്താൽ ആൾക്ക് തിന്നാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഇന്നും അങ്ങനെ ആട്ടോ കൊടുക്കാറല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു ഫോർക്കും വെച്ച് കൊടുക്കുവേ. പിന്നെ നമ്മുടെ കൊഴുക്കട്ട. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് കൊഴുക്കട്ടയാണ്. അത് തന്നെയാട്ടോ ലഞ്ചിനും എടുത്തത്. പിന്നെ പുറമോടിക്കായിട്ട് ഒരു ചിങ്ങമ്പഴവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ആളുടെ മൂഡ് പോലെ ഇരിക്കും, ചിലപ്പോൾ കഴിക്കാതിരിക്കാം കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടോ. മിക്ക ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ലഞ്ചായിട്ട് കൊടുക്കാറ്. കാരണം ചോറ് വലുതായിട്ട് അങ്ങോട്ട് ഓടൂല്ല, കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊക്കെ ബാലൻസ് വെച്ചിട്ട് വരും. അപ്പോൾ ഇതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ലഞ്ചിന് കൊടുത്താൽ എന്നോട് പറയും അത് തന്നെ മതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ വെച്ച് കൊടുക്കും. ആൾ അത് ഫിനിഷ് ചെയ്തിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ശങ്കരിയുടെ ലഞ്ച് ബാഗിൽ ഫുഡൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ആളെ പറഞ്ഞു വിട്ട് പിന്നെ ശ്രീജുവിനുള്ള ഫുഡ് എടുക്കുക കേട്ടോ. പാത്രം കണ്ടിട്ട് പേടിക്കണ്ട, ഇതിലൊന്നും വളരെ കുറച്ച് ചോറേ കഴിക്കുള്ളൂ. പിന്നെ എൻ്റെ നിർബന്ധത്താലാണ് ഇത്രയും ചോറൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ ഇന്നലത്തെ നമ്മുടെ പുളി ഇട്ട് വെച്ച് നല്ല മീൻകറി ഉണ്ടായിരുന്നു, അത് വറ്റിച്ച് വെച്ചിട്ട് അത് കൊടുക്കാട്ടോ ചെയ്ത്. എല്ലാ ദിവസവും മീൻകറി ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ. പക്ഷേ ഇന്നലെ എന്തോ ആ മീൻ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇതൊന്ന് ചോറിന് വെച്ചോളാൻ പറഞ്ഞിട്ടോ, അതുകൊണ്ടാട്ടോ അതെടുത്തത്. പിന്നെ നമ്മുടെ മുട്ട മസാല ഇട്ട് പൊരിച്ചെടുത്തിട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ ചീരയും പരിപ്പും കൂടെ ഉള്ളൊരു കറിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഞ്ഞിക്ക് രാവിലെ വെക്കണ കറിയാണ്. അതും ഒക്കെ ആയിട്ട് ശ്രീജുവിൻ്റെ ബാഗ് അറേഞ്ച് ചെയ്തിട്ടോ. ശങ്കരിയുടെ കഴിഞ്ഞ കൊല്ലത്തെ ലഞ്ച് ബാഗാണ്, ഇപ്പം ഇത് അച്ഛയാണ് കൊണ്ടുപോകുന്നത്, അവൾക്ക് വേറെ പുതിയത് വാങ്ങിച്ചല്ലോ. അപ്പോൾ എല്ലാമൊക്കെ ആയിട്ട് ശ്രീജു ഓഫീസിൽ പോയിട്ടോ. നമുക്ക് പിന്നെ ജോലിയും കൂലിയും ഓഫീസൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഞാൻ ചായയും കൊഴുക്കട്ടയും കഴിക്കാണ്ടോ ചെയ്തത്. അപ്പം അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.